إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, സ്വതക്ക ചെയ്യാറുണ്ട്, നന്മകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നേടാനാണ്, അല്ലാഹുവിന്റെ തൃപ്തി നേടാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കാനാണ്, അതിന് പ്രതിഫലം ലഭിക്കാനാണ്. അങ്ങനെ നാം ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നത് സ്വീകരിക്കുക? എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടുക, ഇഷ്ടപ്പെടുക? എന്തൊക്കെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുക്കൽ അത് പുണ്യകർമ്മമായി നമ്മിൽ നിന്നത് സ്വീകരിക്കപ്പെടുക? ഇത് നാം കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കുറെ പ്രവർത്തനങ്ങൾ പാഴായി പോകും, വെറുതെയാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 നിബന്ധനകളാണ് ഉള്ളത്. നമ്മുടെ ഒരു കർമ്മം അല്ലാഹു തആല സ്വീകരിക്കാൻ 3 നിബന്ധനകൾ മാത്രം. ഒന്നാമത്തെ നിബന്ധന ഈമാൻ, വിശ്വാസമുണ്ടാവുക എന്നുള്ളതാണ്. വിശ്വാസമുണ്ടാവുക, അല്ലാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക.
അങ്ങനെ ചെയ്യുന്ന, അങ്ങനെ വിശ്വാസമുള്ള ഒരാളിൽ നിന്നാണ് അല്ലാഹു തആല കർമ്മം സ്വീകരിക്കുക, നമ്മിൽ നിന്ന് കർമ്മം സ്വീകരിക്കപ്പെടുക. അതാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തു ത്വാഹയിൽ, വമൻ യഅമൽ മിൻ സ്വാലിഹാത്തി വഹുവ മുഅ്മിൻ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മാ. ആരെങ്കിലും വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ അവൻ എന്തെങ്കിലും അന്യായം സംഭവിക്കുമോ, എന്തെങ്കിലും കുറവ് സംഭവിക്കുമോ എന്ന് ഭയപ്പെടേണ്ടതില്ല. ആദ്യമായി ഉണ്ടാകേണ്ടത് ഈമാനാണ് എന്ന് അല്ലാഹു തആല. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവനിൽ നിന്ന് കർമ്മം സ്വീകരിക്കുക. ഈമാനില്ലേ അമലില്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ. ഈമാൻ ഇല്ലാതെ ഒരാൾ കർമ്മം ചെയ്യുന്നു, എന്താണ് പരലോകത്ത് സംഭവിക്കുക? അതുകൊണ്ട് ദുനിയാവിൽ പല നേട്ടങ്ങളും ഉണ്ടായേക്കാം, പരലോകത്ത് ഉണ്ടാകാൻ പോകുന്നത് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ കർമ്മങ്ങളിലേക്ക് നാം മുന്നിടുകയും ആ കർമ്മങ്ങളെ പറത്തപ്പെട്ട ധൂളികളെ പോലെ ആക്കുകയും ചെയ്യും. ഈമാൻ ഇല്ലാതെ കർമ്മം ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ട് അതാണ്. അതുകൊണ്ട് ഒന്നാമതായി ഈമാൻ ഉണ്ടാവണം, മുഅ്മിനാവണം എന്നാണ്, അല്ലാഹുൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ കാര്യം അല്ലാഹു തആല പറയുന്നത് ഇഖ്ലാസ് ഉണ്ടാവണം എന്നാണ്. ആത്മാർത്ഥമായിട്ടായിരിക്കണം ഒരാൾ കർമ്മം ചെയ്യേണ്ടത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവർ ആരാധന ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകേണ്ടത് ആത്മാർത്ഥമായിട്ടാണ്, ആത്മാർത്ഥതയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയമായും കർമ്മങ്ങൾ നെയ്യത്തിനനുസരിച്ചാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഓരോരുത്തരും അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് അവന് ലഭിക്കുക. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അത് അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്, അള്ളാഹുവിന് വേണ്ടിയല്ലെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ്. ആളുകൾ കാണാനാണെങ്കിൽ അതിന് പറയുന്ന പേര് റിയാ എന്നാണ്. ആളുകൾ പുകഴ്ത്താൻ, ആളുകൾ കേൾക്കാൻ, ആളുകൾ അഭിനന്ദിക്കാൻ, ആ കർമ്മം കൊണ്ട് തന്നെ അവർ നശിച്ചു പോകാൻ കാരണമാകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ അറിയാൻ, ആളുകൾ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടാനാണ് ഞാൻ ആ കർമ്മം ചെയ്തതെങ്കിൽ അതോടുകൂടി അല്ലാഹുവിന്റെ അടുക്കൽ എനിക്കുള്ള ആ സ്ഥാനം പോയി കിട്ടി, അതോടുകൂടി എന്റെ അമൽ നശിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസ് ഉണ്ടാവണം, ആത്മാർത്ഥമായിട്ടായിരിക്കണം. ആളുകൾ കാണാനല്ല, നല്ല കർമ്മങ്ങളായിരിക്കും ചെയ്യാം. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. നല്ല കർമ്മമാണ് നമസ്കാരം. എന്നാൽ ആ നമസ്കാരം നിർവഹിക്കുന്നവർ നശിച്ചിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ്? നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ല അവർക്ക് തോന്നുമ്പോൾ മാത്രമാണ് നമസ്കാരം. പിന്നെ പറഞ്ഞത് ആ നമസ്കാരം തന്നെ അവർ നിർവഹിക്കുന്ന സമയത്ത് ആളുകൾ കാണാനാണ്. ആത്മാർത്ഥതയില്ല എന്നർത്ഥം, ഇഖ്ലാസ് ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് അവർ നശിച്ചു പോയിരിക്കുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. മൂന്നാമത്തെ കാര്യം ഇത്തിബാഉർ റസൂലാൻ. മൂന്നാമതായി ഒരു കർമ്മം അല്ലാഹുവിൽ സ്വീകരിക്കാൻ നിർബന്ധമായും വേണ്ടത് മൂന്നാമത്തത് ഇത്തിബാഉർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഉണ്ടാകണമെന്നാണ്. എന്തിനാണ് കർമ്മം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു തആല പറയാൻ, ഖുൽ പ്രവാചകരെ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്ക്, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണം, എന്നെ നിങ്ങൾ പിൻപറ്റണമെന്ന് റസൂലിനോട് പറയാൻ വേണ്ടി കൽപ്പിക്കാൻ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയാൽ യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ വയഗ്ഫിർ ലക്കും ദുനൂബകും, വയഗ്ഫിർ ലക്കും ദുനൂബകും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, റസൂലിന്റെ സുന്നത്തിലുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ കർമ്മം ചെയ്യുന്ന ആളാണ്. കാരണം ഒരാൾക്ക് ഒരു കർമ്മം ചെയ്തിട്ട് നല്ലതാണെന്ന് വിചാരിച്ചവൻ ചെയ്യുന്നു, എന്നാൽ റസൂലിന്റെ കൽപ്പനയില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നമ്മുടെ കാര്യത്തിലില്ലാത്ത, നമ്മുടെ മാർഗത്തിലില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം, ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യുന്നു, ഫഹുവ റദ്ദ്, അത് ഗൈറു മഖ്ബൂലാണ്, അത് സ്വീകാര്യയോഗ്യമല്ലാത്തതാണ്. നല്ലതല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ അവകാശമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചറിയുന്നു, ചോദിച്ചറിയുന്നു. അവർ അറിഞ്ഞതിന് ശേഷം പറയുന്നു, വഅൈന നഹ്നു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളും പ്രവാചകനും എവിടെയാണ്? പ്രവാചകന്റെ മുൻ കഴിഞ്ഞ പാപങ്ങളും പ്രവാചകൻ വരാനിരിക്കുന്ന ചെയ്യാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനല്ലേ. നമ്മൾ എവിടെ നിൽക്കുന്നു? പ്രവാചകൻ എവിടെ നിൽക്കുന്നു? എന്നിട്ട് ഒരാൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, അമ്മ അന ഫഇന്നി ഉസല്ലി ലൈല അബദൻ ലൻ അർഖുദ്, ഞാൻ എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കുന്നതാണ്, രാത്രി ഞാൻ ഉറങ്ങാതെ രാത്രി നമസ്കരിക്കുന്നതാണ്. രണ്ടാമത്തെ ആള് പ്രതിജ്ഞ എടുത്തത്, അന അസൂമുദ്ദഹർ വലാ ഉഫ്തിർ, എല്ലാ ദിവസവും ഞാൻ നോമ്പ് നോൽക്കുമെന്നാണ്. എല്ലാ ദിവസവും ഞാൻ നോമ്പ് നോൽക്കും, നോമ്പില്ലാത്ത ഒരു ദിവസവും എനിക്കുണ്ടാവുകയില്ല. മൂന്നാമത്തെ ആൾ ഒന്നുകൂടി കടന്നുകൊണ്ട് പ്രതിജ്ഞയെടുത്തു, ഞാൻ സ്ത്രീകൾ, ഞാൻ വിവാഹം പോലും കഴിക്കാതെ അള്ളാഹുവിനുള്ള ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞു നിൽക്കുമെന്നാണ് മൂന്നാമത്തെ ആൾ എടുത്ത പ്രതിജ്ഞ എടുത്തവർ പോയി. പ്രവാചകൻ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി എന്നല്ല പറഞ്ഞത്, നേരെ അവരുടെ അടുത്തേക്ക് പോകുന്നു. പ്രവാചകൻ ചോദിക്കുന്നു, അഅൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഈ രൂപത്തിൽ പ്രതിജ്ഞ എടുത്ത ആളുകൾ? അവർ പറഞ്ഞു, അതേ റസൂലേ. ആവേശത്തോടെയാണ് അവർ പറഞ്ഞത്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് അഭിനന്ദനങ്ങളാണ്, നന്നായി എന്ന് പറയുന്നതാണ്. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം അവരോട് പറയുന്നത്, അമാറല്ലാഹ്, എന്നാൽ കേട്ടുകൊള്ളുക, അല്ലാഹു തന്നെയാണ് സത്യം. ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടിക്കുന്നവൻ, ഭയപ്പെടുന്നവൻ ഞാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനോട് ഏറ്റവും തഖ്വ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവൻ ഞാനാണ്. വലാകിന്നി അസൂമു വ ഉഫ്തിർ, എന്നാൽ ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ട്. ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, രാത്രി ഞാൻ ഉറങ്ങാറുണ്ട്. ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കാറുണ്ട്.
ഫമൻ റഗിബ അൻ സുന്നതി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് മാറിപ്പോകുന്നവൻ, എന്റെ സുന്നത്തിന് ഇഷ്ടമില്ലാത്തവൻ, ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല അവൻ. ആരോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എല്ലാ ദിവസവും രാത്രി നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവൻ, രാത്രി ഉറങ്ങാതെ നമസ്കരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവൻ, എല്ലാ ദിവസവും നോമ്പെടുക്കുമെന്ന് പ്രതിജ്ഞയെടുത്തവൻ, വിവാഹം പോലും കഴിക്കാതെ അള്ളാഹുവിന് ആരാധന ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ആളുകളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്ന് മാറിപ്പോകുന്നവൻ, എന്റെ സുന്നത്തിന് ഇഷ്ടപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. എന്താണ് അതിന്റെ കാരണം? എന്താ കാരണം? എന്റെ സുന്നത്തിൽ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്നിൽപ്പെട്ട ആളുകളാണ്. ഇല്ലേ, നിങ്ങൾ എന്നിൽപ്പെട്ടവനല്ല എന്നാര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ കർമ്മങ്ങളും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് നല്ല ഈമാനുണ്ട്, നല്ല ഇഖ്ലാസുമുണ്ട്, പക്ഷെ റസൂലിന്റെ സുന്നത്തിലല്ല, റസൂലിന്റെ സുന്നത്തിലില്ല, അത് അല്ലാഹുവിന്റെ അടുക്കൽ ഫഹുവ റദ്ദ് ഗൈറു മഖ്ബൂൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കൂല. ഉദാഹരണം പറഞ്ഞു, റസൂലിന്റെ കാലഘട്ടത്തിൽ നല്ലതെന്ന് നമ്മളെ വിചാരിച്ച്, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, നമ്മുടെ തോന്നലിനനുസരിച്ച് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഏത് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും രണ്ടു വട്ടം ആലോചിക്കുക. നമുക്ക് ഈമാനുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, ഒക്കെ ശരി, പക്ഷേ റസൂലിന്റെ സുന്നത്തിലുണ്ടോ? എന്നാ ഞാൻ അത് ചെയ്യും. ഇല്ലേ, എനിക്കത് വേണ്ട എന്ന് തീരുമാനമെടുക്കുക. ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 ഈമാൻ, 2 ഇഖ്ലാസ്, 3 ഇത്തിബാഉ റസൂൽ. ഈമാൻ ഉണ്ടാവുക, ഇഖ്ലാസ് ഉണ്ടാവുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഉൾപ്പെടുക. ഈ ഒരു സംഗതി വെച്ച് നമ്മുടെ സ്നേഹിതന്മാർ വലിയ പ്രാധാന്യത്തോടെ കൊണ്ട് നടക്കുന്ന, നിർവഹിക്കുന്ന മെഹറാജ് നോമ്പ്, നാളത്തെ നോമ്പാണ് അല്ലെ, നാളെ നോൽക്കാനിരിക്കുന്ന നോമ്പാണ്. ആ നോമ്പിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ നിലപാടുണ്ടാവേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള നിലപാട്. മെഹറാജ് ഉണ്ടോ? മെഹറാജ് നടന്നോ? ഇസ്രാ മെഹറാജ് നടന്നോ? ഉണ്ട്, അത് സത്യമാണ്. ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7ാം ആകാശം വരെ ആകാശങ്ങളിൽ യാത്ര ചെയ്തൊക്കെ സത്യമാണ്, അഖീദയാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കർമ്മങ്ങൾ ഉണ്ടോ? കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആരെ പഠിപ്പിച്ചു തരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സഹാബികൾ അതിന് പ്രത്യേകമായി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സംഭവമാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് നോക്കുന്നു എന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ യുവാക്കളുടെ ആ 3 ആളുകൾ തീരുമാനമെടുത്തതുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ, നമുക്ക് തോന്നിയ പോലെ ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യാൻ നിർവാഹമില്ല. സാധാരണയായി ഹദീസ് ഉണ്ട് എന്നാണ് പറയാറ്. ഹദീസ് തെളിവായി പറയും ഹദീസ്, മൻ സ്വാമ യൗമ 27 മിൻ റജബ്
കതബല്ലാഹു ലഹു സിയാമ 60 സന. റജബിന്റെ 27 ദിവസം നോമ്പെടുത്തവന് 60 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം എഴുതപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ്. എന്നാൽ ആ ഹദീസിനെ സംബന്ധിച്ച് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയാൻ, ഹാദാ ഹദീസുൻ മൗദൂഉൻ ലാ യസിഹ്. ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, കെട്ടിയുണ്ടാക്കിയ ഹദീസ്. ലാ അസ്ല ലഹു എന്നാ പറഞ്ഞത്, അതിനൊരു അടിസ്ഥാനവുമില്ല. മറ്റൊരു ഹദീസാണ്, മൻ അഹ്യ ലൈലത 27 മിൻ റജബ് കാന കമൻ അഹ്യ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ ഇന്ന് മഗ്രിബിന് ശേഷം റജബ് 27 രാവിൽ ഇബാദത്ത് ചെയ്തവന് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം എന്ന് റസൂൽ പറഞ്ഞു എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയാൻ. ഇമാം നബവി ആരാന്നറിയുമോ? ഇമാം നബവി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ 2ാം ശാഫിഈ എന്ന് അറിയപ്പെടുന്ന ആളാണ്. നമ്മൾ പറയുന്ന ആളല്ല, നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇമാം ഷാഫിഈ 2ാം ഷാഫിഈ എന്ന് അറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. ഇമാം നബവി റഹിമഹുല്ലാഹ് അതിനെപ്പറ്റി പറഞ്ഞത്, ലാ യസിഹു ഫീ റജബ ശൈഉൻ വലാ ഫീ സൗമിഹി വലാ ഫീ ലൈലത്തിൻ മിൻ. റജബിൽ നോമ്പിനോ അതിന്റെ രാത്രി ആരാധനക്കോ ശരിയായ ഒരു ഹദീസുമില്ല, സ്വഹീഹായ ഒരു ഹദീസുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദഈഫ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് എടുക്കണോ? എന്താ ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തതെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തതാണ്. മൗദൂആയ ഹദീസൊക്കെയാണ്, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസ്, ഒരു കാരണവശാലും സ്വീകരിക്കപ്പെടാൻ അർഹതയില്ലാത്ത ഹദീസ്, റസൂൽ പറയാത്ത ഹദീസ്. ദഈഫാണെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവന്റെ നരകത്തിലുള്ള സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ, ഉറപ്പിച്ചു കൊള്ളട്ടെ. എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ അന്ന് ദഈഫും സ്വഹീഹും വേർതിരിക്കാൻ സാധിക്കാത്ത സമയത്ത് ഏതെങ്കിലും പണ്ഡിതന്മാർ അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറ്റല്ല. നേരെ മറിച്ച് നമ്മളോ ഇപ്പൊ കൃത്യാണ്, അത് ദഈഫാണ്, എല്ലാരും അംഗീകരിക്കുന്നതാണ്. അവരുടെ മദ്ഹബിൽ ഞാൻ ഷാഫിഈ മദ്ഹബ് എന്ന് ഞാൻ ഷാഫിയാണ് എന്ന് പറയുന്ന സ്നേഹിതന്മാരുണ്ടല്ലോ. ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്ന് അറിയപ്പെടുന്ന ഇമാം നബവി റഹിമഹു പോലും പറയുന്നത് എന്താണ്? ഒരു ഹദീസും സ്വഹീഹായ രൂപത്തിൽ മിഅ്റാജ് രാവിനോ നോമ്പിനോ എന്തിട്ടില്ല, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അത് അറിഞ്ഞിട്ടും പിന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിലോ, നേരത്തെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ അഭിപ്രായ വ്യത്യാസമുള്ള സുന്നത്തുകളോടാണ് താല്പര്യം, അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട സർവം ദഈഫാണ് അല്ലെങ്കിൽ മൗദൂആണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. എന്നാലും നമുക്ക് അതിനോടൊരു പ്രേമം, അതിനോടൊരു ഇഷ്ടം, അത് കൊണ്ടാടാനുള്ള ഒരു അഭിവാജ്ഞ. എത്രയോ ഹദീസുകൾ, എത്രയോ സുന്നത്തുകൾ അഭിപ്രായ വ്യത്യാസമില്ലാത്തതുണ്ട്, അല്ലെ? അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഇഷ്ടം പോലെ സുന്നത്തുണ്ട്. ആ സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? മുറുകെ പിടിച്ചാൽ മതി. അലൈക്കും ബിസുന്നതി ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് എന്റെ സുന്നത്തിനെ കടിച്ചു പിടിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല,
കാരണം പുതുതായി ഉണ്ടാക്കുന്നതൊക്കെ ദ്വലാലത്താണ്, വൈകേടാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തന്നെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുന്നത്തിന് ഇഷ്ടം പോലല്ലേ. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? അതിന്റെ ഫളിലിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്നാ മിഅ്റാജ് നോമ്പിന്റെ ആ ഒരു പ്രതിഫലത്തിന്റെ ഒരു അടുത്ത് ഈ നോമ്പിനെ സംബന്ധിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അയ്യാമുൽ ബീദ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റ് അത് മതിയാകാത്ത ആളുകൾക്ക്, അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ റസൂലിനെ അത്രയും സ്നേഹിക്കുന്ന ആളുകൾക്ക്, റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇത് ചെയ്യണത്. അയ്യാമുൽ ബീദ് എല്ലാ മാസവും 13-14 ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയുമോ? സുയാമു സലാസതി അയ്യാം മിൻ കുല്ലി ശൈരിൻ സുയാമു ദഹർ. ഓരോ മാസവും 3 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ഒരു വർഷം നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ ഓരോ മാസവും 3 ദിവസം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ എഴുതപ്പെടുക ഒരു വർഷം നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഒരു കർമ്മം നമ്മൾ ചെയ്താൽ 10 ഇരട്ടിയായിട്ടാണ് പ്രതിഫലം എഴുതപ്പെടുക. അപ്പൊ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 10 ദിവസം, 3 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 30 ദിവസം, ഒരു മാസമായോ? 12 മാസം ഇതേപോലെ ചെയ്താൽ എത്ര? ഒരു വർഷമായില്ലേ? ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഒരു പ്രത്യേകത ആരെങ്കിലും പറയുന്നുണ്ടോ? നമുക്ക് പ്രേമ, നമുക്ക് ഇഷ്ടം അഭിപ്രായ വ്യത്യാസമുള്ള സുന്നത്തുകളോടാണ്. ഇത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിങ്ങൾ ചെയ്യും. ഇനി ഒരാൾക്ക് അവന് ആരോഗ്യമുണ്ട്, അവന് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കും, അവന് താല്പര്യമുണ്ട്, ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ ചെയ്യും. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പിനൊന്നും ഇവിടെ കുറവില്ല. നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളെ വക ദീനിൽ കൂട്ടിച്ചേർക്കണ്ട. നമ്മുടെ വക പേര്, നമ്മുടെ വക സമയം, നമ്മുടെ വക നോമ്പ്, നമ്മുടെ വക നമസ്കാരം, അതിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. രാത്രി തഹജ്ജുദ് നമസ്കാരം എത്ര ആളത് പ്രത്യേകമായി അതിന് താല്പര്യമെടുക്കാറുണ്ട്? അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതാണ്. ദുഹാ നമസ്കാരം, എല്ലാ ദിവസവും ദുഹാ നമസ്കാരം അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. റവാത്തിബ് സുന്നത്തുകൾ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള നമസ്കാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം സുന്നത്തുകൾ. നമുക്ക് എത്ര സുന്നത്താ വേണ്ടേ? അത്രയുണ്ട്. എടുത്ത് തീരാൻ പറ്റാത്ത എത്ര സുന്നത്തുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നല്ല വിശ്വാസികളാവി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം, സംശയം ഉണ്ടോ? ഇത് ചെയ്തിക്കണോ, ചെയ്തിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ വേണ്ട, ഒഴിവാക്കി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടര്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പിന്തുടരുന്നതിന് പകരം റസൂലിന്റെ സുന്നത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കണ്ട. റസൂലിന്റെ സുന്നത്തിൽ ഉള്ളത് തന്നെ നിങ്ങൾക്ക് ധാരാളം മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. അതുകൊണ്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉത്തരവാദിത്തം നമ്മുടെ മേൽ ബാധ്യതയാണ്. കാരണം ആ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ റസൂലിന്റെ സുന്നത്തിൽ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും ഒത്തിട്ടുള്ള, എല്ലാ മാനദണ്ഡങ്ങളും യോജിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.